my channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നെയിൽ പോളിഷിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെയിൽ പോളിഷിന്റെ ഹിസ്റ്ററിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പെണ്ണുങ്ങളും നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യമായിട്ട് നെയിൽ പോളിഷ് അണിഞ്ഞത് ആണുങ്ങളാണ്. എവിടെയാണെന്നല്ലേ ഞാൻ പറയാം. 3200 BC-യിൽ ബാബിലോൺ ഉപയോഗിക്കാത്തവരായി ഒരു പെണ്ണുങ്ങൾ പോലും ഉണ്ടാവില്ല, അല്ലെ? എന്നാൽ ആദ്യമേ നെയിൽ പോളിഷ് ഉപയോഗിച്ചത് ആണുങ്ങളാണ്. എങ്ങനെയാണെന്നല്ലേ? ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെയിൽ പോളിഷിന്റെ ഹിസ്റ്ററിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെയിൽ പോളിഷിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ എല്ലാവരും ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെയിൽ പോളിഷിന്റെ ഹിസ്റ്ററിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നതായിട്ട് ഒരൊറ്റ സ്ത്രീകൾ പോലും ഉണ്ടാവില്ല, അല്ലെ? പക്ഷെ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. നെയിൽ പോളിഷ് ആദ്യമായി ഉപയോഗിച്ചിരുന്നത് പുരുഷന്മാരാണ്. എന്താണെന്നറിയാമോ? ഞാൻ എന്റെ ചരിത്രത്തെ കുറിച്ച് വന്നിരിക്കുന്നത് നെയിൽ പോളിഷിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പെണ്ണുങ്ങളും നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നവരാണ്, അല്ലെ? എന്നാൽ ആദ്യം നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നത് പുരുഷന്മാരാണ്. എങ്ങനെയാണെന്നല്ലേ? 3200 BC-യിൽ ബാബിലോണിയൻ സോൾജേഴ്സ് ആണ് ആദ്യം നെയിൽ പോളിഷ് യൂസ് ചെയ്തത്. അവർ സാധാരണ ജനങ്ങളിൽ അവരെ വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നെയിൽ പോളിഷ് യൂസ് ചെയ്തിരുന്നത്. ഗ്രീനും ബ്ലാക്കും കളേഴ്സിലുള്ള നെയിൽ പോളിഷ് ആയിരുന്നു അവർ ആദ്യമേ കൈകളിൽ യൂസ് ചെയ്തിരുന്നത്. ഗ്രീനും ബ്ലാക്കും കളേഴ്സിലുള്ള നെയിൽ പോളിഷ് ആയിരുന്നു അവർ ആദ്യമേ കൈകളിൽ